4 വയസ്സ് കേന്ദ്രം പ്രഖ്യാപിച്ച ധനസഹായം വെള്ളത്തിൽ വരച്ച വര പോലെ കിടക്കുകയാണ്. കേരളവും തമിഴ്നാടും വാക്ക് പാലിച്ചു. കേരളം ഇന്നും ഞെട്ടലോടെ മാത്രം ഓർക്കുന്ന പൊന്മുടി ഉരുൾപൊട്ടലുണ്ടായിട്ട് വർഷം 4 കഴിഞ്ഞെങ്കിലും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. കേരള സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയും തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച 3 ലക്ഷവും ഇരകളുടെ ബന്ധുക്കൾക്ക് നൽകിയപ്പോഴാണ് പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ നൽകാൻ കേന്ദ്രം ഇതുവരെ തയ്യാറാകാത്തത്. കാണാതായവരുൾപ്പെടെ 70 പേരുടെയും ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകിയിരുന്നു. തമിഴ്നാട്ടിൽ താമസിക്കുന്നവരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയവർക്ക് തമിഴ്നാട് ധനസഹായം നൽകിയിരുന്നു. 2020 ഓഗസ്റ്റ് 6 രാത്രിയാണ് രാജമല പൊടിമുട്ടിയിൽ ഉരുൾപൊട്ടി തൊഴിലാളി ലയങ്ങൾ തകർന്ന 66 പേർ മരിക്കുകയും 4 പേരെ കാണാതാവുകയും ചെയ്തത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഉരുൾപൊട്ടലിൽ മക്കളായ നിതീഷ് കുമാറിനെയും ദിനേശ് കുമാറിനെയും നഷ്ടപ്പെട്ട ഷൺമുഖനാഥൻ ദി ഹിന്ദു എന്ന ചാനലിനോട് പറഞ്ഞത്. കേരള തമിഴ്നാട് സർക്കാരുകൾ പ്രഖ്യാപിച്ച ധനസഹായം ഞങ്ങൾക്ക് ലഭിച്ചു. ആവർത്തിച്ച് ശ്രമിച്ചിട്ടും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിന് പിന്നാലെ അധികൃതർ തെരച്ചിൽ അവസാനിപ്പിച്ച ശേഷവും ദിനേശ് കുമാറിനായി ഷൺമുഖനാഥൻ ഒറ്റയ്ക്ക് സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. മണ്ണിടിഞ്ഞ സ്ഥലത്തേക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ചായിരുന്നു തെരച്ചിൽ. ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു. മൂന്നാറിൽ താമസിച്ചിരുന്ന ഷൺമുഖത്തിന്റെ മക്കൾ പെട്ടിമുടിയിലുള്ള വല്യച്ഛന്റെ വീട്ടിൽ പിറന്നാൾ ആഘോഷത്തിന് എത്തിയപ്പോഴായിരുന്നു ദുരന്തം നടന്നത്. പെട്ടിമുടി സ്വദേശിയായ റെജിമോന് അമ്മ ചന്ദ്രികയും സഹോദരന്റെ മകൾ അഞ്ജുമോളയുമാണ് ദുരന്തത്തിൽ നഷ്ടമായത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് റെജിമോനും പറയുന്നുണ്ട്. ചെറുപ്പത്തിലെ അമ്മ നഷ്ടമായ അഞ്ജുമോൾ അമ്മൂമ്മ ചന്ദ്രികയോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. കേന്ദ്ര സർക്കാർ ദുരിതത്തിനിരയായവരുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും നൽകിയിരുന്നുവെന്നുമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതുവരെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. 2020 ഓഗസ്റ്റ് 6 രാത്രി 10:45 തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ലയങ്ങൾക്ക് മുകളിലേക്ക് ഉരുൾപൊട്ടിയെത്തിയ കല്ലും മണ്ണും പതിച്ചത്. ഗതാഗത വാർത്താവിനിമയ വൈദ്യുതി ബന്ധങ്ങളെല്ലാം തകരാറിലായതോടെ ദുരന്തം പുറലോകമറിയുന്നത് നേരം പുലർന്നിട്ടാണ്. രാവിലെ ആദിവാസികളും മറ്റും തോട്ടത്തൊഴിലാളികളും ചെന്ന് കൈകൊണ്ട് മണ്ണ് മാന്തിയും മറ്റുമാണ് ദുരന്തത്തിൽപ്പെട്ട 82 പേരിൽ 12 പേരെ രക്ഷപ്പെടുത്തിയത്. പൂഴിയിലൂടെ ഒഴുകിപ്പോയ മൃതദേഹം 14 കിലോമീറ്റർ ദൂരെ എത്തിയ മരത്തിൽ തങ്ങി നിന്നു. 18 ദിവസം നീണ്ട തിരച്ചിലിൽ ആകെ 66 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മരിച്ചവരിൽ ഒരു ഗർഭിണിയും 18 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. 22 കുടുംബത്തിൽ 14 കുടുംബങ്ങൾ മൊത്തമായി ഇല്ലാതായി. മൃതദേഹങ്ങൾ രാജമല എസ്റ്റേറ്റിൽ തന്നെ വലിയ കുഴിയെടുത്ത് ഒരുമിച്ചാണ് സംസ്കരിച്ചത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട 8 കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കുറ്റ്യാറി വയലിൽ പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകിയായിരുന്നു. തുടർന്നാണ് കേന്ദ്ര സർക്കാരും ധനസഹായം പ്രഖ്യാപിച്ചത്. എന്നാൽ ധനസഹായം പ്രഖ്യാപിച്ചത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ഇപ്പോഴും ആ ഒരു കാര്യം തുടരുന്നത്.